പിറകിൽ ആരുടെയോ ശബ്ദം അവളെ ഉണർത്തി. ഏട്ടൻ, അവൾ മന്ത്രിച്ചു. അവൾ തിരിഞ്ഞു നിന്നു. നീ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു. ശങ്കരനില്ലെങ്കിൽ എന്താ, നിനക്ക് ഞാനുണ്ടാവും എപ്പോഴും. അയാളുടെ നീണ്ടുവന്ന കൈവിരലുകൾ അവൾ പുറംകൈയാൽ തട്ടി തെറിപ്പിച്ചു. മാറി നിൽക്ക്, ഞാനിന്ന് ഗർഭിണിയാണ്. എൻ്റെ ചങ്ങരേട്ടൻ്റെ കുട്ടിയാണ് എൻ്റെ വയറ്റിൽ. അതു മതി എനിക്ക് ജീവിതകാലം മുഴുവനും ജീവിച്ചു തീർക്കാൻ. മന്ദാകിനി ആർത്തട്ടഹസിച്ചു. കറുപ്പുസ്വാമി ഞെട്ടി പുറകിലേക്ക് മാറി. ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടാവണം സരോജം ആ മുറിയിലേക്ക് കയറി വന്നു. എന്തു പറ്റി? ആ മുഖത്തെ ഉത്കണ്ഠ മന്ദാകിനിയുടെ ശബ്ദവും ദേഷ്യവും കുറച്ചു. കറുപ്പുസ്വാമി ഇറങ്ങിപ്പോയി. ഏട്ടത്തി! മന്ദാകിനി സരോജത്തിനെ അടക്കം പിടിച്ചു നിലവിളിച്ചു. മുള ചീന്തുന്ന ശബ്ദത്തിൽ ആർത്തലച്ചു പെയ്യുന്ന വെള്ളത്തുള്ളികൾ പോലെ അവളുടെ മിഴികൾ ജലസാന്ദ്രമായി. സരോജത്തിന് ചിലതെല്ലാം മനസ്സിലായി. അവർ ഭർത്താവിനെ മൂക്കം ശപിച്ചു. ഒരു ദിവസം ജാനകി തൻ്റെ കൈക്കുഞ്ഞുമായി മന്ദാകിനിയെ സന്ദർശിച്ചു. അവളെ കണ്ടപ്പോൾ ജാനകിക്ക് പിടിച്ചു നിൽക്കാനായില്ല. മന്ദാകിനി, ധൈര്യമായിരിക്കെ, ചങ്ങരേട്ട് എങ്ങോട്ടും പോവില്ല. നിനക്ക് കൂട്ടിനായി ഒരു കുട്ടീനെ തന്നിട്ടല്ലേ പോയത്. ഭയപ്പെടാണ്ടിരിക്കുക. ഒരു ദിവസം ചങ്ങരേട്ടൻ വരും, നീ നോക്കിക്കോ. അവളുടെ കുട്ടിയുടെ മുഖം പിന്നെയും മന്ദാകിനിയിൽ കോളിളക്കം സൃഷ്ടിച്ചു. ഇവിടെയുള്ള 2 പുരുഷന്മാരുടെയും ഛായയുണ്ട് കുട്ടിക്ക്. ആ ഓമന മുഖത്ത് മന്ദാകിനി മൃദുവായി ചുംബിച്ചു. ഇപ്പോൾ എത്രയായത്? ജാനകി തൻ്റെ ആകാംക്ഷ മറച്ചില്ല. 2. മന്ദാകിനി നിർവികാരതയോടെ പറഞ്ഞു. നിൻ്റെ കുട്ടീൻ്റെ അച്ഛനെ എനിക്ക് പുറത്ത് പറയാൻ വയ്യ. അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇവൾക്ക്. പക്ഷേ നിനക്കതല്ലല്ലോ. നാടറിഞ്ഞും നാട്ടാരറിഞ്ഞും നടത്തിയ വേലിയാ നിങ്ങളുടേത്. എന്നിട്ടും ഈ സന്ദർഭത്തിൽ